കൃപയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയ കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പമായി എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തമ്മിൽ ബഹുമാനം കൊടുത്ത് ആചരിപ്പാൻ ദൈവവചനം പറയുന്നല്ലോ. നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ അവസരം തന്നല്ലോ. കരങ്ങളെ അടിച്ചു ദൈവത്തെ പാടി ആരാധിപ്പാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അനേകർക്ക് ഒന്ന് ശരീരം അനക്കുവാൻ പോലും കഴിയാതെ ആശുപത്രി കിടക്കുകളിൽ കിടക്കുമ്പോൾ ആരോഗ്യത്തോടെ ബലവാനായ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൃപ തന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ദൈവത്തെ പാടി ആരാധിപ്പാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നതുകൊണ്ട് പാട്ടുകാരനോട് ചേർന്നുകൊണ്ട് കർത്താവേ ഞാനങ്ങെ പാടി വാഴ്ത്തുന്നു, ഞാനങ്ങെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താഴ്ചയിൽ നിന്ന് ഉയർത്തി കർത്താവിന് കരങ്ങളടിച്ച് പാടി ആരാധിക്കും. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർ നീലമാക്കി, ശങ്കന്യ തഞ്ജനത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർ നീലമാക്കി, ശങ്കന്യ തഞ്ജനത്തെ നടത്തിയോനെ. മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ, മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ. ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. തീക്കൽപ്പാറയതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവരെ. തീക്കൽപ്പാറയതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവരെ. മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, ഓ മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ, വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനെന്നോർത്തു പാടി സ്തുതിച്ചിടുവിൻ. തന്റെ സ്നേഹമധുരിമയെന്നും രുചിച്ചിടുവിൻ. അവൻ നല്ലവനെന്നോർത്തു പാടി പുകഴ്ത്തിടുവിൻ. തന്റെ സ്നേഹമധുരിമയെന്നും രുചിച്ചിടുവിൻ. ശുദ്ധ കൈകൾ ഉയർത്തി
പാരനെ സ്തുതിപ്പിൻ. ശുദ്ധ കൈകൾ ഉയർത്തി പാരനെ സ്തുതിപ്പിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ. രാജരാജനെ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. ആമേൻ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർ നീലമാക്കി, ശങ്കയെന്നെ തഞ്ചനത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർ നീലമാക്കി, ശങ്കയെന്നെ തഞ്ചനത്തെ നടത്തിയോനെ. സൈന്യത്തെ ന്യായം വിധിച്ചവനെ. ആമേൻ. മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. തീക്കൽ പാറയതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവന്. അതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവന്. മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഗ്ലോറി. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി ദൈവാനാദരക്താലേ ദരകർഷ്യമിനിദാജഗരീരഗജം ദുടമനമമനഗതീരീതിൽ ജാലകരൗഡലവൈഷവനം ദിദിരിഗജീനഗജാലഗതീരി ദുടമാനിഗജഗരൈതൽ ബാലകരം ദീനഗജാനാദാര ദുടമാനിഗജഗലൈഡൽ ബാജകരൗഷവനം ദരജാനഗനീതിരജീതിൽ ദുടമൈഷവനം ദവലൗഡലബാനഗരം ദീനീതിരി ജാലാജഗനം ശവനി ദുടമാനിഗജഗലൈതൽ ജാലകരൗദൽ ജീതഗരി ദുടമീനിഗതീരഗജഗലൗഷവനീതിൽ വൈതൽ ജാനഗദൗഡൽ ദീനഗരം ദീനഗജാനഗദിഗനി ദുടമാനിഗജഗരൗഡലവൈഷവനൗദബലം ദരവനവരിഗദാലിഗദഗരം ദുടമൈഷൈഡവനൗദബലം ദരവൈദഗരഗദാലിഗദഗനൗഷധരൈദഗലം ദരവൈദഗരാജഗലം ദേ ദുടമനമമനിഗദാലിഗജഗലൗഷവനൗഷവനൗദബലം ദരമാനഗലം ദരവനവരിഗദഗലം ദേ ദുടമനമമനിഗദീനിഗജഗനൗഷധലം ദിനിഗജഗനൗഷധരഗജം ദുടഗനഗാരിഗജഗലൈദലവസ്തി വിപിവിരിഗജീരഗദീനിഗജീരഗജഗലം ദേ അരഗജലഗലൗഷവനം ദരവൈദഗലൗഷവനൗഷിദിനി ദഗജം ദനദാരഗദൈഡി വരവരവരിഗദാരിഗജഗലൗഷധരൈദബലൗഡലവൈഷവനൗദബലം ജാലാദഗനൗഷവനം ദിനദാനഗലം ദീരഗജം ഉടമനമമനിഗദാരിഗജീരഗദാരിഗജീരഗജഗലൗഷധരൗദബലം ദിനവരവരിഗദി ഉടമനമമനിഗദാരിഗദഗലൗഷധരം ദിനദരദലഗദിഗനഗശീരഗജഗനൗഷധിനഗദി ജോദോദഗലൗഷധിനഗദീരഗജഗലം ദമനൗദബലൗഷധിനദരാജിഗദഗലൗദബലം ദിദിരഗജീരഗദത്തനദീരഗജഗനൗഷധരായിദി കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അത് പാറകളിൽ തൻ്റെ കൂട് വെച്ച് ധൈര്യത്തോടെ ഇരിക്കുന്നു. അതിൻ്റെ ധാരണ അതിന് ശക്തി കുറവാണെങ്കിലും പാറ അതിനെ സംരക്ഷണം ചെയ്യും എന്ന്. പല ജീവികളും പ്രകാരമാണ് പാറകളിൽ അഭയം പ്രാപിക്കാറുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ രാവിലെ പ്രതിപാദിച്ചതുപോലെ
പാമ്പിനെ ശല്യം കൊണ്ട് വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ സൈറ്റിൽ കുറച്ച് കട്ട് ഇടയ്ക്ക് വെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നൊരു ലേബറിനെ വിട്ടത് ഇളക്കി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനൊരു പാമ്പ് അതിനകത്തിരിക്കുന്നു. അതിൻ്റെ ധാരണ ഈ കട്ട അവിടെ ഇരിക്കുകയാണ്, ഒരു കുഴപ്പമുണ്ടാകില്ലതാണ്. പക്ഷേ മുകളിലൂടെ ഞങ്ങൾ നോക്കുമ്പോൾ ഇതിരിക്കുന്നത് കാണാം. ഞങ്ങളൊരു കമ്പി എടുത്ത് കുത്തി അതിനെ കൊന്നു. ഞാൻ പറഞ്ഞത്, ഈ ജീവി അതിൻ്റെ ബലം ഈ കട്ടയിൽ വെച്ചിട്ട് അതിനെ സംരക്ഷണം ചെയ്യുന്നുള്ള പ്രതീക്ഷയിലിരുന്നു. പക്ഷേ സമയം വന്നപ്പോൾ അതിന് അപകടം നേരിട്ടു. ഏതിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഇരിക്കുന്നത്. നാം ദൈവത്തിലാണ് ആശ്രയം വെക്കുന്നതെങ്കിൽ മറ്റെന്ത് പ്രതിസന്ധികൾ വന്നാലും സംരക്ഷണ ചെയ്യുമെന്ന് അനുഭവത്തിൽ നിന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നശിച്ചു പോകുമെന്ന് ചിന്തിച്ച സന്ദർഭങ്ങളിലെല്ലാം ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ദൈവത്തിൽ നാം ആശ്രയിച്ചത് കൊണ്ടാണ്, നമ്മുടെ ബലം കർത്താവിലായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ തുടർന്നും യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വെക്കാം. എൻ്റെ കർത്താവ് എൻ്റെ ശരണമാണ്, എനിക്കൊരാപത്തും നേരിടുവാൻ സമ്മതിക്കില്ല, എൻ്റെ ആവശ്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരും. അങ്ങനെയെങ്കിൽ പാട്ടുകാരോട് ചേർന്ന് കരങ്ങളടിച്ച് നമുക്ക് പാടി നല്ല പാറയായ ദൈവത്തെ ആരാധിക്കാം. ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അളക്കുന്ന കരുത്തിടും യാഹവൻ താൻ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അളക്കുന്ന കരുത്തിടും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ള കാലങ്ങൊന്ന
വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കരങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കരത്തിൽ വരച്ചവനോർവയ്ക്കധീശൻ താൻ എന്നോടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവനോർവയ്ക്കധീശൻ താൻ എന്നോടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. ആമേൻ. എൻ്റെ അഖിലവും തീർത്തിടുന്നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അഖിലവും തീർത്തിടുന്നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാല ഇരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാല ഇരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതു മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കേതു മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. ഹല്ലേലൂയ ജാലാധാരാധകരേ രേവൽ ജാലകരം ഗുണമാനഗജകരം ദേ ജഗദൗഷബലൗദബലം ദേ രഗജഗദേ ഗുണമനവമനഗദേ രഗജാലഗദഗദൗഷബലം ദനജാലഗദൂടലം. എൻ്റെ അഖിലവും തീർത്തിടുന്നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തന ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തന ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ ജുഡമാനഗരം ദൂജഗജാരിഗതികളൗടബലൗഷവനം ദേ ഗുണമനമനിഗതീരിഗജഗരൗഷിതനീതകരം ദേരിഗജ ഗുണമാനഗരൗടലവാരഗദൗഷവനം ദിനദാരഗദൈഡലവൈഷേ ഗുണമനമനിഗതേരേ ദേ ജാലാദൽവാടഗരൗഷവനാദഗരം ദേ ഗുണമനമനിഗതഗലൗടലവൈഷവനം ദേരഗജൈഡലവൈഷവനൗദബലം ദിനദേ ഗുണമാരഗജാലഗരൗടലവൈഷവനൗദബലം ദരവൈദഗരം ദരമനവാരഗദേ ഗുണമാനഗദലൗദനവാരഗദൈഡലവൈഷവനൗദനജാലഗദം ദനദേ ഗുണമാനഗദം ദരവൈദഗലൗടലവൈഷവിനിഗദേ രേ ജേനി ഗുണമാനഗദാരിഗജഗദം നീദാൽ വൈദഗലൗഷവനം ദരവൈദഗലം ദേ ഗുണമനമനിഗദാരിഗജഗലൗഷവനം ദിരവനമനിഗദ ഗുണവരഭവനിഗദേ രഗജഗലൗഷവനൗദബലൗദബലൗദബലൗദബലൗദബലൗദബലൗദബലം ദിനദാലഗരം ജുഡഗഷ്ടദിനഗജേരഗജഗലൗദബലൗദബലൗദബലൗദബലൗദബലം ജിനദനദാരിഗജഗലൗഡലവൈഷവിനൗദേരോദൽവാരേ ദേവാബാബാ ഗുണവാരാജീവനവൈഷവനൗദബലം ദരമനഭവരഗദാരിഗദാരിഗദാരിഗദഗലൗദ ഗുണവരവാരിഗജഗലം ദോരേ ദിൽജാരേ രഗജഗലൗഷവനൗദബലം ദിരവനഭവനിഗദേ ഗുണവനഭവനിഗദേ രഗജഗലൗഷദലം ദിനദനദാരിഗജാരിഗദത്രവാരിഗജഗലൗഷവനൗദബലം ദിരവനഭവനിഗദേ ഗുണവനഭവനിഗദാരിഗജഗലൗഡലവൈഷവനൗദബലം ദിരവനഭവനിഗദേ ഗുണവനഭവനിഗദാരിഗജഗലൗഷവനൗദബലൗഡലവൈഷവിനിഗവേരഗദം പ്രൗഢലവാദഗജപ്തുരവനഭവനിഗദേ ഗുണവനവേരഗദേ നഗദേ നഗദേ നഗജഗലൗദേ ഗുണവൈഷവനൗദബലം ദിനവനമനഗദാരിദൽവാരാജീവേ വേ വേ ഗുണവനഗദരിത്തേ ജിഗദേ ലഗടം പ്രൈഡവനൗഷവനം ദരമാനഗലം ദേ ഗുണവനമനിഗദേ രഗജഗലൗഷദലൗദവരൗദവരൗഷവിനിമമാനിഗദാരിഗജഗലം ത്വൽജാനഗലം ദേ ഗുണവനമനിഗദേ രഗജഗലൗഷദരേദാനാദാലൂഡൽവാര ഗുണവനമനിഗദാരിഗജാലിഗദഗലൗഷാരേദൽജൈദഗലൗഡലവാരഗരം ദരവനമനിഗദേ ഗുണവനമനിഗദേ ജഗരഗദേ നഗദഗദേ നിഗദേ 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 ഗുണവൈശ്വേ നിഗദഗലം ദുരവാനഗലം ദുരവൈദഗരം ദേ ഗുണവനമനിഗദേ രഗജ ക്രൗഡൽവാരഗരം ദുരവൈഷവനൗ
രഗതേ 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 രഗദാ 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 രഗതേ ഗുണവൈശ്യേ രഗദാ രഗജം പ്രൗഢല ഭവിഷ്യവനംദേ വനമനമമ നിഗതേ രഗജഗ ലൗഷവ ലൗദവരബ്ദുര വരബബ നിഗതേ ഗുണവൈശ്യവി നിബബാ നഗദാ രഗജാ ലഗദഗ നൈദൽവാ രഗദ ഉടര ഭവിഷ്യവനൗദവനാ ജഗലംദു ഗുണമനമമ നിഗദാ രഗജഗ ലൗഷവ ലൗദവ ലൗഡല ഭവിഷ്യവനംദര വനമമ നിഗതേ. ഈ മാസം നമ്മൾ ചിന്തിക്കുന്നത് എസ്തറിൻ്റെ പുസ്തകമാണല്ലോ. 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: രാജാവ് ഹാമാനോട്, ഞാൻ ആ വെള്ളിയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു, ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ ഹാമാന് യഹൂദന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പാരിതോഷികം രാജാവിന് പറഞ്ഞു. രാജാവ് അത് തിരിച്ചു കൊടുത്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വട്ട് തട്ടുക, അങ്ങോട്ടിട്ട് തട്ടുന്ന രീതിയിൽ യഹൂദന്മാരെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 10,000 താലന്ത് വെള്ളി, അതിനൊരു ഭാരം നോക്കിയാൽ 3,40,000 കിലോ വെള്ളി. അത് വളരെ ഭാരമുള്ളത്, അല്ലെങ്കിൽ രാജാവിൻ്റെ ഖജനാവിലേക്ക് വലിയ വിലയുള്ളത് കൊടുത്തിട്ട് യഹൂദന്മാരെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 89-ാം സങ്കീർത്തനത്തിൻ്റെ 32-33 വാക്യങ്ങൾ ഇപ്രകാരം: ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. ഇവിടെ ഒരു അപ്പൻ്റെ സ്വഭാവത്തെ കാണുകയാണ്. അപ്പൻ ശിക്ഷിക്കുന്ന മക്കളെ ബാബേൽ പ്രവാസത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെയാണ് ശിക്ഷ കൊണ്ട് അവരെ പോയിരിക്കുകയാണ്. ഒരപ്പൻ അവിടെ ശിക്ഷിച്ച് അവിടെ വിട്ടിരിക്കുകയാണെങ്കിലും അടുത്ത വാക്യം പറയുന്നു: എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. അപ്പനാണ്, അധികാരമുണ്ട്, അടിക്കും. പക്ഷേ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടുകാരെ കൊണ്ട് തല്ലിക്കാൻ അപ്പൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തട്ടിയെങ്കിലും സമയമായപ്പോൾ ദൈവം തൻ്റെ കരം ചലിപ്പിച്ചു. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ദൈവം അത് അതേപടി പ്രവർത്തിക്കുക മാത്രമല്ല, ഒരു പൂരീം ഉത്സവമായിട്ട് ആഘോഷിക്കത്തക്കവണ്ണം ഇടയായി തീർന്നു. വലിയൊരു തുകയാണ് അവിടെ കൊടുത്തത്. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരമായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി 30 കാശ് വെള്ളിക്കാശ് വിലയുള്ള ഒരുവൻ മറുവിലയായി തീർന്നത് കൊണ്ട് ഇന്നും ഒരപ്പനായി നമ്മെ സ്നേഹിച്ചുകൊണ്ട്, മക്കളെ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും നമ്മോട് കൂടെ കർത്താവുണ്ട്. നമുക്ക് വേണ്ടി പകരം വില കൊടുത്ത് പിശാച് ഒരു കാലത്ത് തട്ടി വട്ട് തട്ടുന്നത് പോലെ തട്ടി നടച്ചിരുന്നിട്ടുള്ള സ്ഥാനത്ത് നിന്ന് ഒരു ഉടയവനുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം എന്നെയും ഒരു പൈതലാക്കി തീർത്തല്ലോ എന്ന് ഓർക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഈ നല്ല കർത്താവിൻ്റെ വീണ്ടെടുപ്പിനെ ഓർത്ത് സ്തുതിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ നാം കടപ്പെട്ടവരാണ്. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ ഒത്തിരി ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ താല്പര്യവും ആരോഗ്യവുമുള്ളവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ നല്ല കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടി സ്തുതിക്കുക. தந்தை போலையாற்றி தோள் மீது சுமந்திடும் என் ஏசையா. தாய் போல தேற்றி தந்தை போலையாற்றி தோள் மீது சுமந்திடும் என் ஏசையா. உம்மை போல புரிந்து கொள்ள யாருமில்லையே, உம்மை போல அரவணைக்க யாருமில்லையே, உம்மை போல புரிந்து கொள்ள யாருமில்லையே, உம்மை போல அரவணைக்க கரங்கள் உயர்த்தி நீர் ஊதுமென் வாழ்விலே ஏசையா, நீர் ஊதுமென் வாழ்விலே
மலை போல துன்பம் என்னை சூழும் போதும் அதை பனி போல உருகிட செய்பவரே. மலை போல துன்பம் என்னை சூழும் போதும் அதை பனி போல உருகிட செய்பவரே. கண்மணி போல என்னை காப்பவரே. உள்ளங்கையின் பொறிந்தன்னை நினைப்பவரே. கண்மணி போல் என்னை காப்பவரே. உள்ளங்கையில் பொறுத்தனை நினைப்பவரே. நீர் ஊதுமென் வாழ்விலே ஏசையா, நீர் ஊதும் என் வாழ்விலே. நீர் ஊதும் என் வாழ்விலே ஏசையா. பலவீன நேரம் கிருபை உனக்கு போதும். பலவீனத்தில் பலன் தருவேன் என்றேர். பலவீன நேரம் என் கிருபை உனக்கு போதும். உன் பலவீனத்தில் பலன் தருவேன் என்றீர். நிழல் போல என் வாழ்வில் வருபவரே. விலகாமல் துணை நின்று காப்பவரே. நிழல் போல என் வாழ்வில் வருபவரே. விலகாமல் துணை நின்று காப்பவரே. நீர் போதும் என் வாழ்விலே ஏசையா, நீர் போதும் என் வாழ்விலே. நீர் போதும் என் வாழ்விலே ஏசையா, நீர் போதும் என் வாழ்வில். தாய் போல தாய் போல தேற்றி தந்தை போல ஆற்றி தோள் மீது சுமந்திடும் என் ஏசையா. தாய் போல தேற்றி தந்தை போல ஆற்றி தோள் மீது சுமந்திடும் என் ஏசையா. உம்மை போல புரிந்து கொள்ள யாரும் இல்லையே. உம்மை போல அரவணைக்க யாரும் இல்லையே. உம்மை போல புரிந்து கொள்ள யாரும் இல்லையே. உம்மை போல அரவணைக்க யாரும் இல்லையே. நீர் போதும் என் வாழ்விலே ஏசையா, நீர் போதும் என் வாழ்விலே. நீர் போதும் என் வாழ்விலே ஏசையா, நீர் போதும் என் வாழ்விலே. സകല അനർത്ഥങ്ങളിൽ ഞങ്ങളെ വീണ്ടെടുത്ത മക്കളും അവകാശികളുമാക്കി തീർത്ത നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ പിന്നെയും അങ്ങേ സ്തുതിക്കുന്നു. രാവിലെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഓടിയണയുവാൻ തന്ന വലിയ ഭാഗ്യത്തിനും അവസരത്തിനുമായി നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് മടക്കി അയക്കുന്ന ദൈവകൃപ ഇന്ന് പകലും വെളിപ്പെടുമാറാകണമേ. അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ബലപ്പെടുത്തി ഉപയോഗിക്കുമാറാകണമേ. സന്തോഷവും ആനന്ദവും കേൾക്കുമാറാക്കുന്ന ദൈവശബ്ദം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതുകൊണ്ട് സ്തോത്രം. മഹത്വത്തോടെ അങ്ങ് കൈക്കൊള്ളുമാറണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, വിവിധ മീഡിയകളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമുക്ക് 2 ശുശ്രൂഷകൾ തന്നു. പ്രാർത്ഥനാ സെഷനും ആരാധനാ സെഷനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ദൈവമിടയാക്കി. തുടർന്ന് ദൈവവചനത്തിൻ്റെ കേൾവിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ മിസ്റ്റർ പ്രിൻസ് ജോൺ മുന്നോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും.
പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു മാസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയായി കൂടിയൊരുവാൻ കർത്താവ് നൽകിയ നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചെങ്കടൽ പിളർന്ന് കർത്താവെ ഇസ്രയേലിനെ നടത്തിയ ദൈവം, കർത്താവെ ഹല്ലേലൂയ, ഓ സ്തോത്രം. ബലഹീനരായപ്പോൾ ബലം തന്ന് കർത്താവെ നടത്തിയ ദൈവം, സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ, അമ്മയെപ്പോലെ അമ്മേൻ ആശ്ലേഷിച്ച് അപ്പനെ പോലെ കരുതി ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ ഓരോ നിമിഷവും നടത്തുന്ന നല്ല ദൈവത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 4 മാസക്കാലം കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ എത്രത്തോളം പരിപാലിച്ചു. കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം കർത്താവ് കൂടെയിരുന്നു ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പകൽക്കാലം തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ എന്തു പകരം കൊടുക്കും? കർത്താവെ, രക്ഷയുടെ ബാലപാത്ര നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കോണം കർത്താവെ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണിനിരുന്ന് ഞങ്ങളുടെ കാലിലെ വീഴ്ചയിൽ ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ച നല്ല ദൈവത്തിന് കർത്താവെ മഹത്വം കരറ്റുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വീണ്ടും നിന്റെ സന്നിധിയിൽ കടന്നു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന ദൈവമേ ഞങ്ങൾക്ക് നൽകി കർത്താവെ, ആരാധന നൽകി തുടർന്നുള്ള വചന ശുശ്രൂഷയെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വചന ശുശ്രൂഷിക്കുന്ന ദാസനെ ശക്തമായി കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ട ദൈവമേ സ്വർഗീയമായ മന്ന നൽകി കർത്താവെ, ഞങ്ങളുടെ സകല മേഖലകളിലും കർത്താവ് കൃപ തോന്നി ഞങ്ങളോട് കരുണ തോന്നി മനസ്സറിഞ്ഞ് ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച് വെടിവെക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് കർത്താവെ കടന്നുന്ന എല്ലാ ജീവിതങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും അവസ്ഥയിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ദുഃഖിതരായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് അവരുടെ കർത്താവെ ഹല്ലേലൂയ അവസ്ഥകളെ മാറ്റുന്ന ദൈവം, കർത്താവെ അവരുടെ രട്ടഴിച്ച് അവരെ സന്തോഷം വെളിപ്പിക്കുമാറാക്കുന്ന ദൈവം, കർത്താവെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം, കർത്താവെ പ്രവർത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവകരം കർത്താവിൻ്റെ ദാസിൻ്റെ കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന എല്ലാ ദാസന്മാരെ ഏകാഗ്ര ഹൃദയത്തോടെ ഇരുന്ന് തിരുവചനം തന്നെ മനസ്സിലാക്കുവാൻ കേൾക്കുവാൻ ഹൃദയങ്ങളെ തുറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് സകല ശുശ്രൂഷ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയിളക്കണമേ സ്വർഗീയ പിതാവേ, ആമീൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 5-ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കയറി നിൽക്കുകയാണ്. എത്ര പെട്ടെന്നാണ് 4 മാസങ്ങൾ ഓടിപ്പോയത്. ദൈവം പ്രൈസ് ഗോഡ് നമ്മെ കഴിഞ്ഞ 4 മാസങ്ങളിൽ കാത്തു പരിപാലിച്ചു. ഈ 5-ാം മാസത്തിൻ്റെ 1-ാം ദിവസം ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം തന്നു. കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ മാസം പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്ന പുസ്തകം എസ്തേറിൻ്റെ പുസ്തകമാണ്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്കാധാരമായി വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം? പ്രൈസ് ഗോഡ്. ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം നമ്മൾക്കറിയാം. അഹശ്വേരോശ് രാജാവ് വാണിരുന്ന കാലം യഹൂദജനത്തെ നശിപ്പിക്കുവാനുള്ള ഗൂഢപദ്ധതിയുമായി ഹാമാൻ എഴുന്നേൽക്കുന്ന അധ്യായം 2-3 അധ്യായങ്ങൾ. അങ്ങനെ നീക്കം വരാത്ത, മാറ്റം വരുത്തുവാൻ കഴിയാത്ത മേദ്യ പേർഷ്യ നിയമം അഹശ്വേരോശ് രാജാവിനെ കൊണ്ട് മുദ്രാമോദരം വെപ്പിച്ച് റിലീസ് ചെയ്യിച്ച ഹാമാൻ അത് കേട്ട് പട്ടണവാതുക്കൽ രട്ടുടുത്ത് അത്യുച്ചത്തിൽ കരയുന്ന മൊർദെഖായി. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നടന്നു കഴിഞ്ഞിട്ട് കൊട്ടാരത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന എസ്തേറിനോട് മൊർദെഖായി അറിയിച്ച ഒരു സന്ദേശമാണ് നാം കുറിവാക്യമായിട്ട് ഇന്ന് പകലെടുത്തത്. സ്തോത്രം. കൊട്ടാരത്തിൻ്റെ അകത്ത് എസ്തേർ ഇരിക്കുമ്പോൾ കൊട്ടാരത്തിന് പുറത്ത് റിലീസ് ചെയ്ത ഡിക്രിയുടെ പ്രത്യാഘാതങ്ങളൊന്നും അറിയാതിരിക്കുമ്പോൾ അതറിയിക്കുവാൻ ഒരു മാർഗവും ഇല്ലാതെ മൊർദെഖായി പട്ടണത്തിൻ്റെ പുറത്തിരിക്കുമ്പോൾ
ഒരു വഴി ദൈവം തുറന്നു കൊടുത്തതിന് പ്രകാരം ആ സന്ദേശം എസ്തേറിന് കൈമാറുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. എസ്തേറിൻ്റെ സാഹചര്യം പഠിച്ചു കഴിഞ്ഞാൽ രാജാവിനെ അപ്രോച്ച് ചെയ്ത് ഈ കാര്യങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ 0 ചാൻസ്. 30 ദിവസത്തേക്ക് രാജാവിൻ്റെ സന്നദ്ധിയിൽ കയറി ചെല്ലാൻ പാടില്ല. അത് രാജ്ഞിയാണെങ്കിലും തല പോകും. അപ്പൊ 0 സാധ്യതകൾ ഉള്ള സ്ഥാനത്താണ് ഈ ഒരു സന്ദേശം കൈമാറി അവളുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സാധ്യതകൾ 0 ആയിരിക്കുമ്പോൾ സാധ്യമാക്കി തരുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം. ഇമ്പോസിബിൾ എന്ന് നമ്മുടെ ജീവിതത്തോട് നാം ചേർത്ത് പറയുമ്പോൾ ഈ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ പോസിബിൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോസിബിളൊക്കെ പോസിബിളാക്കി മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ഒരൊറ്റ കാര്യം വേദപുസ്തകത്തിനകത്ത് 6 ഇടങ്ങളിൽ പറയുന്നുണ്ട്. 6 സ്ഥലങ്ങളിൽ. 6 സംഖ്യാശാസ്ത്രം അനുസരിച്ച് മനുഷ്യന്റെ സംഖ്യ. മനുഷ്യന് അസാധ്യമാണ്, പക്ഷെ 6 പ്രാവശ്യം എഴുതി വച്ചിരിക്കുന്നു ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 7 പൂർണ്ണതയുടെ സംഖ്യ ചേർത്തു വെച്ചു. വിടുതൽ ദൈവത്തിന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ ആഗ്രഹം കാണും. ഒന്ന് തൊട്ട് പറഞ്ഞിട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിനോട് ഉള്ള ബന്ധത്തിലാണ് ആദ്യമേ അത് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? മതി. യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? ഹല്ലേലൂയ. ഒന്നാമത്, ആരോടുള്ള ബന്ധത്തില്ല, ഒരാശയുമില്ല. ആശയറ്റ് കിടക്കുന്ന വിഷയത്തിലാണ് ദൈവം പറയുന്നത്. സ്തോത്രം. അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് ചെന്ന ദൈവം 3 പേര് ചെന്നു. അവർ കൈമാറിയ ഒരു സന്ദേശമാണ്. സ്തോത്രം. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാ, പക്ഷേ സ്തോത്രം അബ്രഹാം വിശ്വസിച്ചു. ദൈവം അത് അവന് നീതിയായിട്ട് കണക്കിട്ടു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? സ്തോത്രം. 17-ാം അധ്യായത്തിൻ്റെ അകത്ത് 17-ാം വാക്യത്തിൻ്റെ അകത്ത് സ്തോത്രം ഹല്ലേലൂയ അബ്രഹാമിനോട് ഇത് സംസാരിച്ചപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കവിണ്ണു വീണ് ചിരിച്ചു. സ്തോത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്തോത്രം, ഇപ്പൊ 99 വയസ്സുണ്ട്. അബ്രഹാമിന് ഇപ്പോഴത്തെ അവസ്ഥ നന്നായിട്ടറിയാം. 86 വയസ്സുള്ളപ്പോഴാണ് ഇസ്മായേൽ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് 13 വർഷങ്ങൾ കഴിഞ്ഞു. അന്നങ്ങനെ സംഭവിച്ചു. ഇന്ന് എനിക്ക് എന്നെ അറിയാം. അബ്രഹാം, സാറായെ ഓൾറെഡി അറിയാം. പ്രൈസ് ഗോഡ്. ഇനി നടക്കത്തില്ല. അതാ കവിണ്ണു വീണ് ചിരിച്ചത്. സ്തോത്രം. പക്ഷേ ദൈവം അവന് ചിരി എന്നർത്ഥമുള്ള ഒരു ഇസഹാക്കിനെ തന്നെ കൊടുത്തു. സ്തോത്രം. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം പറയുമ്പോൾ അബ്രഹാമിന്റെ പിറകിൽ നിന്ന് സാറ അത് കേട്ടു. പ്രൈസ് ഗോഡ്. ഒരു മനോഹര ചിത്രമാണ്. കുടുംബത്തിൽ VIPs വന്നിരിക്കുന്നു. അവര് അബ്രഹാം അഭിസംബോധന ചെയ്യുന്നു. ഭാര്യ എവിടെയാ? സ്തോത്രം. അബ്രഹാമിന്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ നോക്കുക. പക്ഷെ ഇന്ന് പല വീടുകളിൽ ആരെന്ന് ചോദിച്ചാൽ ഭാര്യ മുമ്പിലും ഭർത്താവ് പുറയിൽ നിന്നും ഇങ്ങനെ നോക്കുന്നു. ഹലോ, ഉണ്ടോ ഇവിടെ? നിങ്ങൾ എന്നെ ഇങ്ങനെ മൗനമായിട്ടിരിക്കണേ. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്.
സ്തോത്രം. പക്ഷെ അബ്രഹാമിന്റെ കൂടാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്തോത്രം, കൂടാരത്തിലെ പുരോഹിതൻ അബ്രഹാമാണ്. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമാണ് അങ്ങനെ നിൽക്കുന്നത്. പുറകിൽ പാവം സാറമ്മ എന്തി വലിഞ്ഞൊന്നിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സന്ദേശം കേൾക്കാൻ. ഹല്ലേലൂയ. അവൾ ഉള്ളുകൊണ്ട് ചിരിച്ചു എന്ന് എഴുതിയിരിക്കും. അബ്രഹാം വീണ് കിടന്ന് ചിരിച്ചു, അവൾ ഉള്ളുകൊണ്ട് ചിരിച്ചു. എനിക്കറിയത്തില്ല അതിനകത്ത് വല്ല പരിഹാസ ചുവയുണ്ടോ എന്ന്. അതുകൊണ്ടാണ് അധികം താമസിയാതെ ഒരു പരിഹാസിയെ വീട്ടിൽ കൊടുത്തത്, ഇസ്മായിൽ. അവളുടെ ചിരിക്ക് പരിഹാസിയെ കൊടുത്തു, അബ്രഹാമിന്റെ ചിരിക്ക് ചിരി എന്നർത്ഥമുള്ള ഇസ്ഹാക്കിനെ കൊടുത്തു. സ്തോത്രം. അപ്പോൾ എഴുതിത്തള്ളിയ വിഷയമാണ് കുഞ്ഞുണ്ടാകത്തില്ല എന്ന്. പക്ഷെ വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം നൽകി കൊടുത്തു. ഒന്നാമത്, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഹല്ലേലൂയ. ഇതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അവിടെ യിരെമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. There is nothing too hard for thee. രണ്ടാമത് പറയുന്നു, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെയൊക്കെ കൊച്ചു കാര്യങ്ങൾക്ക് സാധിച്ചു തരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വിശ്വസിക്കാൻ ഒരുവനുണ്ടെങ്കിൽ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ ഒരു ദൈവമുണ്ട്. സ്തോത്രം. നിന്റെ വിരലുകളുടെ പണിയായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ ഓർക്കേണ്ടതിന് അവന് എന്തുമാത്രം അല്ലേ? എന്നാലും നമ്മെ വിചാരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെ വിചാരിച്ചു എന്ന് ദാവീദ് പറഞ്ഞപ്പോൾ പറയാണ്, നിന്റെ വിചാരങ്ങൾ അതെല്ലാം എഴുതിയാൽ മണലിനെ കഴിഞ്ഞും അധികമുണ്ടെന്ന്. സ്തോത്രം. എണ്ണിയാൽ തീരാത്ത, നമ്മൾ പാടുമ്പോൾ ഇല്ലേ, എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്ന ദൈവത്തിന് നമ്മൾ എത്രമാത്രം നന്ദി കൊടുക്കുന്നുണ്ട്, എത്രമാത്രം സ്തുതി സ്തോത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. എണ്ണിയാൽ തീരാത്ത സ്തോത്രങ്ങളും സ്തുതികളും കൊടുക്കുന്നുണ്ടോ, അതെയോ എണ്ണി എണ്ണി റേഷൻ വെച്ചാണോ കൊടുക്കുന്നതെന്ന് ഇന്ന് പകലൊന്ന് ശോധന ചെയ്യണം ദൈവമക്കളെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്ന ദൈവത്തിന് എണ്ണിയാൽ തീരാത്ത സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാ. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇതുപോലെ സൃഷ്ടിച്ച തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഇന്നുവരെയും നിലനിർത്തിയിരിക്കുന്നെങ്കിൽ എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ നമ്മെ നിലനിർത്തുവാൻ തക്കവണ്ണം വചനം തന്നാണ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. നമ്മൾ അനാഥരല്ല. സ്തോത്രം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. വൻമഴ ചൊരിഞ്ഞു, വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, വീട്ടിന്മേൽ അടിച്ചു, പക്ഷേ അത് അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. വീഴാതെ വണ്ണം നമ്മെ ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് ബലമുള്ള ശക്തിയുള്ള വചനം തന്നിട്ടുണ്ട്. ആ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമത് യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. Is there anything too hard for me? സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ കാര്യം തന്നെയാണ് ആവർത്തിച്ച് ദൈവം പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ യിരെമ്യാവിൻ്റെ അപ്പൻ്റെ അനുജൻ ഹനമേലിൻ്റെ നിലം മേടിക്കാനായിട്ട് ദൈവം പറഞ്ഞിട്ട് അതിൻ്റെ ആധാരം എഴുതുന്ന കാര്യമാണ്. അപ്പം അത് ചിന്തിച്ചു. ദൈവം പറഞ്ഞ ഒരു കാര്യം, ഈ ദേശം ശത്രു കൈവശമാക്കാൻ പോവുക, ദൈവം കൊടുക്കുക. ഈ ദേശം ബാബേൽ രാജ്യം ഇത് കൈവശമാക്കും. 70 വർഷം അവരുടെ കയ്യിലാണ്. പിന്നെ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് എന്താ പ്രയോജനം? ഹല്ലേലൂയ. അല്ലേ?
സ്തോത്രം. ശത്രു കൊണ്ടുപോകാൻ പോകുന്ന രാജ്യത്ത് ആരെങ്കിലും സ്ഥലം മേടിക്കൂ? കാരണം ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകണം. അപ്പൊ എന്തിനാ സ്ഥലം മേടിക്കുന്നത്? പക്ഷേ കർത്താവ് പറഞ്ഞു, മേടിക്കാൻ പറഞ്ഞു. അപ്പൻ്റെ അനിയൻ്റെ സ്ഥലം മേടിക്കാൻ പറഞ്ഞു, മേടിച്ചു. സ്തോത്രം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥലത്തേക്ക് ഒരു ദിവസം ഞാൻ മടക്കി കൊണ്ടുവരും. മാത്രമല്ല, ഇവിടെ ട്രാൻസാക്ഷൻസ് ഇനിയും നടക്കും. അന്ന് വില വലുതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആരംഭവും അവസാനവും അറിയുന്നവൻ, ആൽഫയും ഒമേഗയുമായ ദൈവം പറഞ്ഞത് ഇരമ്യാവ് കേട്ടു, ആധാരം ചെയ്തു. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മുന്നും സംഭവിക്കുന്നത് എന്തെന്ന് ഞാൻ നിങ്ങളും അറിയാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവം പറഞ്ഞത് വിശ്വസിച്ച് നീ ചെയ്താൽ നിനക്ക് നഷ്ടങ്ങൾ സംഭവിക്കത്തില്ല. കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. നാലാമത്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. ദൂതൻ മറിയോട് പറഞ്ഞ ഒരു കാര്യമാണ്. സ്തോത്രം. ദൂതൻ മറിയോട് പറഞ്ഞ ഒരു കാര്യം. മറിയക്കൊരു ദൂത് കൊടുത്തതിന് ശേഷം ദൂതൻ മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ചാർച്ചക്കാരി ഉണ്ടല്ലോ, എലിസബത്ത്, അവൾ മച്ചിയല്ലേ, അവൾക്ക് 6-ാം മാസമാണ്. അവൾ പ്രഗ്നന്റ് ആയിട്ട് 6 മാസമായെന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിച്ച സ്ഥാനത്താണ് പറഞ്ഞത്, സ്തോത്രം, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത്, അവൾക്ക് 6-ാം മാസം മച്ചി. അപ്പോൾ ആ ഒന്ന് വായിച്ച്, സ്തോത്രം, 37-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. 1-ാം അധ്യായം 36-ാം വാക്യം, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ഇത് പറഞ്ഞിട്ടാണ് മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. സ്തോത്രം. അപ്പോ എലിസബത്തിന് അന്ന് വരെ എന്താ പറഞ്ഞു വന്നത്? മച്ചി. എത്ര വർഷമായി? ഇരുവരും വയസ്സ് ചെന്നു, വൃദ്ധരായി. കുഞ്ഞ് കാണാൻ ആഗ്രഹിച്ചതാ, പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥന വഴി നിർത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ആലയത്തിൽ, സ്തോത്രം, കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷയ്ക്ക് സക്കരിയ പുരോഹിതൻ ചെന്ന് നിൽക്കുമ്പോഴാണ് ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവമക്കളെ, ഒരു പ്രാർത്ഥനാ വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ മനോരമയിൽ തലക്കെട്ട് പോലെ, പേപ്പറിൻ്റെ തലക്കെട്ട് പോലെ കുറഞ്ഞു വന്ന് ലാസ്റ്റ് പേജിലേക്ക് പോകരുത്. നീ ഒരു വിഷയം പ്രാർത്ഥനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കിട്ടുവോളം നീ മുട്ടിക്കൊണ്ടിരുന്നാൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. മുട്ടുവീൻ, തുറക്കപ്പെടും, 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 തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലവും ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ മടുപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ മടുപ്പ് മാറ്റിവെച്ച് ആ വിഷയം എടുത്തു വെച്ച് നീ പ്രാർത്ഥിക്കുമെങ്കിൽ, സ്തോത്രം, തുറക്കപ്പെടുന്ന അനുഭവങ്ങൾ ദൈവം തരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ആരാ ഈ പറയുന്നത്? ബാക്കിയുള്ളവരാ? അല്ലാണ്ട് എലിസബത്താണോ പറയണേ? ഞാൻ മച്ചിയാണ്, ഞാൻ മച്ചിയാണ്, ഞാൻ മച്ചിയാണ് എന്ന് പറയും? അല്ല, ഇവിടെ കാണുന്നു. അങ്ങനെയല്ല. നമുക്കുണ്ട് ചിലർക്കൊരു അസുഖം. സ്തോത്രം. ഒന്നും ആയില്ലേ? ഒന്നും ആയില്ല, അറിയത്തില്ല. ആയെങ്കിൽ കൈ കാണത്തില്ലേ? ഹലോ, നമ്മുടെ ഒരു സ്വഭാവം അത്, കളയണ ആ സ്വഭാവം. 2 വർഷമായി, 1 വർഷമായി, അവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. നിങ്ങളെപ്പോലെയല്ല. സ്തോത്രം. സമയവും സ്ഥലവും സമ്പത്തൊന്നും നോക്കാതെ ചുമ്മാ അങ്ങോട്ട് പെറ്റുകൂട്ടുന്ന പോലെ അങ്ങനെ പെറ്റുകൂട്ടുന്ന തലമുറയൊന്നുമല്ല ഇപ്പോഴത്തത്. ഒത്തിരി കാൽക്കുലേറ്റീവ്. സ്തോത്രം. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പള്ളിക്കകത്ത് കയറി, ഒന്നും ആയില്ലേ? ആ ചോദിക്കുന്ന എന്തുദ്ദേശത്തിലാണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാനാണ്. ഭർത്താവിനാണോ പ്രശ്നം? ഭാര്യയ്ക്കാണോ പ്രശ്നം? ഇതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണേ. അല്ലാണ്ട് തന്നെ ഒരു കുഞ്ഞ് അവർക്കുണ്ടാകാഞ്ഞിട്ട് ഉറക്കം വരാതിരിക്കുകയാണ് ഈ ചോദിക്കുന്നയാൾക്ക്. ഇതന്നെ ബോധമില്ലേ ആർക്കും? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ മനസ്സിലാക്കിക്കോണം, സ്തോത്രം, അത്ര ശരിയല്ല ഉള്ളത്. കാരണം നിനക്കാണോ പ്രശ്നം, ഭാര്യയ്ക്കാണോ പ്രശ്നം എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. ഹലോ, ഇനി ഇവിടെ ആരും ഇനി അത് ചോദിക്കും തോന്നുന്നില്ല.
ആരെങ്കിലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞോണം, സ്തോത്രം, ഉള്ളിലിരിപ്പ് അറിയാന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ കൈ കാണും. 6 മാസം ഉള്ളതിന് വീട്ടിട്ടിട്ടാണോ പള്ളിയിലേക്ക് വരുന്നത്? അല്ല, കൈ കാണും. കൈ കാണാത്തടത്തോളം കാര്യം വേണ്ടിയാണ്, ചോദിക്കേണ്ട കാര്യമില്ല. നോക്കി, ഇവളെ മച്ചു എന്ന് പറഞ്ഞു വന്നവൾ എത്ര നാളായി അവളത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയട്ടെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിന് നിശ്ചയമായിട്ടും അടഞ്ഞിരിക്കത്തില്ല. ദൈവം തുറക്കും, ദൈവം തുറക്കും, ദൈവം തുറക്കും, ദൈവം തുറക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അഞ്ചാമത്തെ 6-ാമത്തെ ഒറ്റ സംഭവത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം 6-ാമത് പറയുന്നു. അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. 6 ഇടത്ത് ആവർത്തിച്ച് പറയാണ്, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം സാധ്യതകളുടെ ദൈവം മാത്രമാണ്. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? നടക്കത്തില്ല എന്ന് പറയരുത് കേട്ടോ, നടക്കത്തില്ല എന്ന് പറയരുത് കേട്ടോ, പരിഹരിക്കപ്പെടത്തില്ല എന്ന് പറയരുത് കേട്ടോ. അസാധ്യമെന്ന് പറഞ്ഞ് നീ മാറ്റിവെക്കരുത്. നിന്റെ അസാധ്യതകളെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സാധ്യതകളാക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്. ദൈവമേ, നീ മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് മറ്റാരുമില്ല, മറ്റാർക്കും സഹായിപ്പാൻ കഴിയത്തില്ല, അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷങ്ങളിൽ, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇത് പറയാനുള്ളത്, ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ധനവാനായ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിൽ കടക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ, സ്തോത്രം, അവൻ വളരെ ദുഃഖിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, ധനവാന്മാർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ, സ്തോത്രം, ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. അതാ ഇൻവെർട്ടർ കോമാസിലായിട്ടിരിക്കുന്നത്. സ്തോത്രം, എളുപ്പമെന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നാൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? അങ്ങനെയാണെങ്കിൽ ഞങ്ങളാരും പോകത്തില്ല ദൈവരാജ്യത്തിൽ, സ്തോത്രം, സ്വർഗരാജ്യത്തിൽ. ഹല്ലേലൂയ. അന്നേരമാണ് യേശു പറഞ്ഞത്, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന സൂചി നൂലുമൊക്കെ കയറുന്ന, സൂചി നൂലിൻ്റെ അകത്തോടെ നൂല് കയറ്റുന്നത് പോലെ. അതെല്ലാവർക്കും അറിയാൻ കയറത്തില്ല. അതൊരു പഴഞ്ചൊല്ല. ആ കാലത്ത് ആ ദേശത്ത് ഒരു പഴഞ്ചൊല്ല. ആ പഴഞ്ചൊല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്കറിയാം, നമുക്ക് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വീടുകൾ, ബംഗ്ലാവ്, നമ്മുടെയൊന്നും അല്ല കേട്ടോ, വലിയ ബംഗ്ലാവുകൾക്ക് മെയിൻ ഗേറ്റ് ഉണ്ട്, അതിലെയാണ് വണ്ടികൾ കയറുന്നത്. പക്ഷേ വീട്ടിലേക്കുള്ള ജോലിക്കാർക്കൊക്കെ പോകാനായിട്ടൊരു ചെറിയ വാതിൽ സൈഡിലുണ്ട്. കമ്പനികളിലുണ്ട്, വലിയ കമ്പനികളിൽ സെക്യൂരിറ്റി, അവരുടെ വലിയ ലോറികളൊക്കെ വരുമ്പോൾ മാത്രമേ വലിയ ഗേറ്റ് തുറക്കത്തുള്ളൂ. അല്ലെങ്കിൽ ജോലിക്കാർ കയറാനായിട്ട് സൈഡിൽ കൂടെ ഒരു കൊച്ചു ഗേറ്റ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അന്നുള്ള വീടുകൾക്ക് ചുറ്റും അതുപോലെ മതിലും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. കാരണം കഴുതപ്പുറത്ത് കയറി അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് കയറി കൊള്ളക്കാർ വരും. അപ്പോൾ ഇവർ കയറാതിരിക്കാൻ വേണ്ടി, കാരണം ഒട്ടകത്തിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യത്തില്ല, ഈ കൊച്ചു ഡോറി കൂടെ കയറത്തില്ല. പക്ഷെ ചെറിയ ഒട്ടകത്തെ എന്ത് ചെയ്യും, ഇതിനകത്തോടെ തള്ളി അകത്ത് കയറ്റും. പക്ഷെ പരിക്ക് പറ്റി അതാകപ്പാടെ നാശമാകും. പ്രൈസ് ഗോഡ്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്തോത്രം, കടക്കാൻ ബുദ്ധിമുട്ടാന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ദൈവത്താൽ സാധ്യം, മനുഷ്യരാൽ അസാധ്യം. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കത്തില്ല എന്നൊരിക്കലും പറയരുത്. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതും ദൈവിക കാര്യങ്ങളും, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൈവിക കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം, കൊരിന്ത്യലേഖനത്തിൽ ഒന്ന് രാവിലെ നമ്മൾ ധ്യാനിച്ച
ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 58-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. സ്തോത്രം. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആകുകയും ചെയ്യുക. സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് എന്ത് ചെയ്യണം? നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം, നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അത് എത്ര നന്നായി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഭൂമിയിലും തരും, സ്വർഗത്തിലും തരും. ഹല്ലേലൂയ. എൻ്റെ നാമത്തെ പ്രതി കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഈ ഭൂമിയിലും കിട്ടും, പക്ഷെ അതല്ല വലുത്, അത് ഇവിടെ കൊണ്ട് തീരും. പക്ഷേ സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് മോശ വിശ്വാസത്തോടെ പറഞ്ഞത്, പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിച്ച് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ആ ധനം അതെവിടാ? അവിടെയാ കിട്ടാൻ പോകുന്നത്. അത് പ്രതിഫലം നോക്കിയതുകൊണ്ട് സ്വതന്ത്ര നമ്പർ 1 സിറ്റിസൺ ആകാം മിസ്രൈം ദേശത്ത്. കാരണം ഫറവോന്റെ പുത്രിയുടെ മകന് വേണ്ടെന്നേ. അതിനെ കഴിഞ്ഞും വലിയ പ്രതിഫലമാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തു തീർക്കുമ്പോൾ, ഈ ഭൂമിയിൽ എനിക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ഉണ്ടെങ്കിലും ഇവിടെ എനിക്ക് കിട്ടുന്നത് 70 വർഷം അല്ലെങ്കിൽ 80 വർഷമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിത്യതയിലെ പ്രതിഫലം എനിക്ക് നിത്യകാലം ഉപയോഗിക്കാനുള്ളതാണ്. മനസ്സിലായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രതിഫലം നോക്കിയതുകൊണ്ട്. നമ്മൾ ഇവിടെ കിടന്ന് ഓടണത് എന്തിനാ? ഇവിടെ ചരതിച്ചു കൂട്ടാനാ. ഉറക്കളയ്ക്കുന്നത് എന്തിനാ? ഓവർ ടൈം ചെയ്യുന്നത് എന്തിനാ? രാത്രി വെച്ചേക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാത്രി വെച്ചേക്കണത് ഉറങ്ങാനാ. പക്ഷെ നമ്മൾ രാത്രി ഉണരും, പകലുറങ്ങും. എല്ലാം ഉൾട്ടായ സ്തോത്രം. അപ്പോ സ്തോത്രം, നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ പ്രവൃത്തി ഒക്കെ സ്തോത്രം എന്തുകൊണ്ട് ക്ഷീണിച്ചു പോകരുത്. നിങ്ങളുടെ മനസ്സിൽ കരുതേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഭൂമിയിലില്ല എന്നല്ല, ഞാൻ സ്വർഗത്തിലുമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. ആരും ഉണ്ടാകത്തില്ല. ഈ ഭൂമിയിൽ തരും, ആരും ഉണ്ടാകത്തില്ലെന്നാ പറഞ്ഞത്. നഷ്ടങ്ങളൊന്നും വരാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ എന്ത് നഷ്ടപ്പെടുന്നോ അതിൻ്റെ 100 മടങ്ങ് ദൈവം മടക്കി തരും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ അതിനെ കഴിഞ്ഞും വലുത് നിത്യതയിലെ കാര്യങ്ങളാണ്. കൊരിന്ത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ദിവസം അതിനെ വെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി. ആ ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിവസമാണ്. അന്നാണ് നമ്മൾ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ നഷ്ടമാക്കി എന്നുള്ളതിൻ്റെ തെളിഞ്ഞു വരുന്നതാണ്. ഇന്നൊന്നുമില്ല. ഇന്ന് പറയണതൊക്കെ കേട്ടങ്ങ് വിശ്വസിച്ചാൽ മതി. അതിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ അപ്പൊ തീയിൽ കൂടെ ഇത് കടത്തി വിടുന്നത്. സ്തോത്രം. വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. തീയാണ് ശോധന ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. പ്രതിഫലം അവിടെ സ്വർഗത്തില, ഇവിടെ അല്ല. സ്വർഗത്തില പ്രതിഫലം. അതാ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്ന്
എബ്രായ ലേഖനകർത്താവ് പറയുന്നു, നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ തീയിൽ കൂടെ വരും. അപ്പൊ കർത്താവിന് വേണ്ടി സ്തോത്രം സഹിച്ചത്, കർത്താവിന് വേണ്ടി ചെയ്തത്. എന്നാലോചിച്ച് ചോദിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു, നമ്മിൽ ചെയ്തു. പക്ഷെ നമ്മിൽ കൂടെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ആലോചിച്ചു നോക്കിയേ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തില്ലേ? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നത്. എന്തിന്? മകനെന്നുള്ള, ദൈവമകനെന്നുള്ള ഒരു പദവിയിലേക്ക് സൗജന്യമായി കയറിയിരിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. സ്തോത്രം. രണ്ടാമത്, ഈ ഭൂമിയിൽ സ്തോത്രം നാം സുരക്ഷിതരായിരിക്കത്തക്കവണ്ണം നമ്മെ സീൽ ചെയ്ത് നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം തന്ന് ദൈവം നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുക. എന്നാലോചിച്ച് നോക്കിയേ, ഞാനും നിങ്ങളെ നിലനിൽക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മിലുള്ള ദൈവ സാന്നിധ്യം. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതനായ യേശു ക്രിസ്തു. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത്, മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഒരാഗ്രഹം കർത്താവിനുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ 2026 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചത് നിങ്ങൾ തുടരണം. ഹല്ലേലൂയ. അപ്പം നമുക്ക് വേണ്ടി ചെയ്തു, നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മിൽ കൂടെ ദൈവത്തിന് ചെയ്യാനുണ്ട്. ആ പ്രവൃത്തികളാണ് പ്രതിഫലത്തിലേക്ക് സ്തോത്രം നമ്മെ കൊണ്ടുപോകുന്നത്. ആമേൻ. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കണം, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടാൻ പോകുന്നത് സ്വർഗത്തിലാണ്. രണ്ടാമത്, ദൈവം നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല, ദൈവം നോക്കുന്നത് ക്വാളിറ്റിയാണ്. സ്തോത്രം. നമ്മുടെ പ്രതിഫലം ക്വാളിറ്റി നോക്കിയാ തരാൻ പോണേ, ക്വാണ്ടിറ്റി അല്ല. സ്തോത്രം. 10,000 പേരുള്ള ഒരു സഭ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് എത്ര പേരെ നിത്യതയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാ? 10 ഉള്ളെങ്കിൽ ക്വാളിറ്റി അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ പേരുണ്ടാക്കാം 10,000 ഉണ്ടായിരുന്നു എന്ന്, പക്ഷെ 10,000-ൽ നിന്ന് 10 പോയില്ലെങ്കിൽ 10 നിന്റെ നമ്പർ. സ്തോത്രം. ക്വാളിറ്റി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ദൈവം നോക്കുന്നത് സ്തോത്രം സ്റ്റാറ്റസ് അല്ല, ദൈവം നോക്കുന്നത് സൈസ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള നമ്മുടെ പരമാർത്ഥ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ രണ്ടാമത്. മൂന്നാമതായിട്ട് സ്തോത്രം, നമ്മുടെ പ്രതിഫലങ്ങളൊക്കെ താമസിച്ചേക്കാം ഈ ഭൂമിയിലുള്ളത്. സ്തോത്രം. താമസിച്ചേക്കാം, പക്ഷെ ഒരിക്കലും തടയപ്പെടത്തില്ല. അല്ലേ? ഡിലേ വരാം, പക്ഷെ ഒരിക്കലും ഡിനൈ ചെയ്യത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് നിങ്ങൾ അതിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു അതൊന്നും വ്യർത്ഥമല്ല. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം. ഇതായിരിക്കട്ടെ നമ്മുടെ ആപ്തവാക്യം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ സ്തോത്രം, കർത്താവ് നമ്മെ, നമ്മുടെ ഹൃദയം, അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ലക്ഷ്യം എല്ലാം കണ്ടിട്ടാണ് പ്രതിഫലം തരുന്നത്. ഹല്ലേലൂയ. നമ്മൾ പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ദൈവം ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ഗിരിപ്രഭാഷണങ്ങൾക്കകത്ത് യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. സ്വതന്ത്രം. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഒന്ന് പ്രശംസിച്ചില്ല, എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തില്ല, എൻ്റെ പേരൊന്ന് പറഞ്ഞില്ല, സ്തോത്രം, ഇങ്ങനെയൊന്നും ദൈവമക്കൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. കാരണം രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ വലങ്കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടങ്കൈ പോലും അറിയരുതെന്ന്, നീ ഇടങ്കൈ കൊണ്ട് കൊടുക്കുന്ന വലങ്കൈ പോലും അറിയരുത്. പക്ഷെ രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവ് എന്ത് ചെയ്യും? നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ
ഇവിടെ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ സ്ത്രീയോട് പറഞ്ഞ കാര്യമാണ് എസ്തേറിനോട് മൊർദെഖായി, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ദൈവത്തിന്റെ വിടുതല്, ദൈവത്തിന്റെ പദ്ധതി ഒരു ഓട്ടം വരത്തില്ല, നടക്കും. ഞാനും നിങ്ങളും ചെയ്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറ്റത്തില്ല എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവത്തിന് ആ പദ്ധതി ചെയ്തെടുപ്പാൻ 7000 പേര് വേറെയുണ്ട്. സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. അതേ അറിയത്തുള്ളൂ, കാരണം കൂട്ടായ്മയ്ക്ക് ആരെയും കിട്ടിയില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ അന്ന് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വേറെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിട്ടുണ്ട്. എന്ന് ആലോചിച്ച് നോക്കി. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവത്തിനാരും ഒഴിച്ചുകൂടാൻ പറ്റാത്തവരൊന്നുമല്ല. സ്തോത്രം. ഞാനില്ലെങ്കിൽ ഇത് നടക്കത്തില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ മൂഢ സ്വർഗത്തിലാണ്. നീ ഇല്ലെങ്കിൽ ഇതിനെ കഴിഞ്ഞ് നന്നായിട്ട് നടക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ചിന്ത വേണം. സ്തോത്രം. ഒന്നുമല്ല, ദൈവത്തിൻ്റെ പദ്ധതി കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ ദൈവം തികച്ചെടുക്കും. ഹല്ലേലൂയ. ജാതികളുടെ സംഖ്യ ചേരുവോളം, ഹല്ലേലൂയ, കർത്താവിൻ്റെ പ്രവൃത്തിക്ക് ഒരു മാറ്റവും വരത്തില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടും. എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന സമയത്തെ നാം തിരിച്ചറിയണം. അപ്പോ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി വേറെ എടുത്ത് നടക്കും. അപ്പം നമ്മൾ സമയത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. എന്നിട്ട് പറയാണ്, ഈ കാലത്തിൽ, ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്കാണല്ലോ നിന്നെ ഈ രാജസ്ഥാനത്ത് ഞാൻ കൊണ്ടുവന്നത്. ഈ കാലത്തിൽ നീ ആയിരിക്കുന്ന പൊസിഷൻ നോക്കണം. സ്തോത്രം. വീടില്ലാത്തവരുണ്ട്. സ്തോത്രം. പട്ടണത്തിൽ വന്ന് താമസിക്കണമെന്ന് കൊതിക്കുന്നവരുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ദൈവം ഈ പട്ടണത്തിൽ കൊണ്ടുവന്നെങ്കിൽ, ഈ പട്ടണത്തിൽ ഒരു വീട് തന്നെങ്കിൽ, ഈ പട്ടണത്തിൽ ഒരു ജോലി തന്നെങ്കിൽ, ഈ സഭയിൽ കൊണ്ടുവന്നെങ്കിൽ, ഈ സഭയിൽ ഒരു ഉത്തരവാദിത്വം തന്നെങ്കിൽ നാം വിശ്വസ്തരാണോ? മടങ്ങി വരേണ്ട കാലമാണ്. ഈ സന്ദേശം ആ 14-ാം വാക്യത്തിൻ്റെ അകത്ത് വിളിച്ചു പറയുന്നത്, സ്തോത്രം, ഈ ഒരു കാലത്തിനായിട്ടല്ലോ നിന്നെ ഞാൻ ഇതുപോലെ ഇവിടെ ശേഷിപ്പിച്ചിരിക്കുന്നത്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മടങ്ങി വരണം. ഹല്ലേലൂയ. മടങ്ങി വരണം, മടങ്ങി വരണം. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു. കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും തൻ്റെ മടങ്ങി വരവിൻ്റെ സമയമറിയുന്നു. എൻ്റെ ജനമോ അറിയുന്നില്ല. സ്തോത്രം. തിരിച്ചറിഞ്ഞോണം. മടങ്ങി വരണം, മടങ്ങി വരണം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. മടങ്ങി വരണം, മടങ്ങി വരണം. ഹല്ലേലൂയ. നിനക്ക് തന്നിരിക്കുന്ന സകല കാര്യങ്ങളുടെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന്, നിനക്ക് തന്നിരിക്കുന്ന വാഹനത്തിന്, നിനക്ക് തന്നിരിക്കുന്ന നന്മയ്ക്ക്, സകലത്തിൻ്റെ അകത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞൊന്ന് മടങ്ങി വരേണ്ട സമയമാണിത്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സമയത്തെക്കുറിച്ച് നമ്മുടെ ബോധമുള്ളവരായിരിക്കണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത സമയം വരാൻ പോവുക. ഹല്ലേലൂയ. പകലുള്ളിടത്തോളം നാം അവൻ്റെ പ്രവൃത്തി ചെയ്യണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. സ്തോത്രം. ഹല്ലേലൂയ. പകല് രാത്രിയാക്കാമോ? രാത്രിയാക്കാം. ഉറങ്ങിയാൽ മതി. ഹലോ. ഇപ്പോഴത്തെ ചില പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, സ്തോത്രം, ഞങ്ങൾക്ക് എറണാകുളത്ത് നേരം വെളുക്കുന്നത് 11 മണിക്കാണ്. 11 മണിക്കാണ് കണ്ണും തിരുമ്പി എഴുന്നേറ്റ് വരുന്നത്. സ്തോത്രം. അപ്പം രാവിലെ 6 മണി മുതൽ 11 മണി വരെ അവർ ഇരുട്ടാക്കി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഉറങ്ങുന്നവനെ വല്ലത്തിനും കൊള്ളാവോ? ചത്തതിന് തുല്യമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന്. അപ്പോൾ ഉറങ്ങുന്നവൻ ആരാ? മരിച്ചതിന് തുല്യമാണ്. സ്തോത്രം. ഹലോ. പ്രൈസ് ഗോഡ്. അപ്പോ മരിച്ചവരുടെ തുല്യമാണ്. സ്തോത്രം.
അതുകൊണ്ടാണല്ലോ. അപ്പോൾ മരിച്ചവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി നിർജീവമാണ്. അതുകൊണ്ടാണ് സർദീസിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ യോഹന്നാൻ വെളിപ്പെടുത്ത അവസാനത്തെ ദൂതുകളാണ്, 7 സഭകൾക്കുള്ള ദൂതുകളാണ്. സ്തോത്രം. അതിനകത്ത് സർദീസിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 3-ാം അധ്യായത്തിന്റെ 1 മുതൽ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. കണ്ടോ? സ്തോത്രം. പകലുള്ളിടത്തോളം ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ പകലുള്ളിടത്തോളം നാം മനസ്സ് വയ്ക്കണം. അതുകൊണ്ട് പറഞ്ഞ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഞാൻ പറയട്ടെ, ഉണരാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഫിലാദൽഫിയ സഭയ്ക്ക് കൊടുത്ത ദൂത് നിനക്കുള്ള ദൂതാ. വായിച്ച 7 മുതൽ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഞാൻ പറയട്ടെ, നിന്റെ പ്രോഗ്രസിനെ തടയാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കാതെ വണ്ണം നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നീ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് പകലൊന്ന് മനസ്സ് വെച്ചാൽ, അതേ കർത്താവേ, ഞാൻ മടങ്ങി വരിക. എൻ്റെ സമയത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ മുമ്പിലുള്ള സമയങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി ഞാൻ അടങ്ങിയിരിക്കത്തില്ല. ഞാൻ പറയട്ടെ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ എന്നോട് ചോർന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. തിരിച്ചറിയാതെ പോയാൽ ലവോദിക്യ സഭയ്ക്ക് കൊടുത്ത ദൂത് നമുക്കുള്ളതായിട്ട് മാറും. മുതൽ 15 വായിച്ചാൽ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സ്തോത്രം. നീ ഉഷ്ണവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ഇത്രയെല്ലാം പറഞ്ഞിട്ടും ഒരു അനക്കവും തട്ടിയില്ല എങ്കിൽ മനസ്സിലാക്കിക്കോണം, തണുത്ത വെള്ളവും അല്ല, സ്തോത്രം, ചൂടുവെള്ളവും അല്ല, ഇതിന്റെ ഇടയിൽ മിക്സ് ചെയ്ത ഒരു വാട്ടവെള്ളം. അത് വായിലേക്ക് എടുക്കുമ്പോൾ അപ്പം തന്നെ തുപ്പിക്കളയും. കാരണം അത് കുടിക്കാൻ ഛർദ്ദിക്കാൻ വരും. അതാ ഈ പറഞ്ഞ അതിൻ്റെ അർത്ഥം അതാണ്. പ്രൈസ് ഗോഡ്. പ്രയോജനമുണ്ടായിരിക്കണം. ഒന്നുകിൽ തണുപ്പിൻ്റെ പ്രയോജനം, അല്ലെങ്കിൽ ചൂടിൻ്റെ പ്രയോജനം. ഇത് രണ്ടുമില്ലാതെ ഒന്നിനും കൊള്ളാതെ തുപ്പിക്കളയാൻ കൊള്ളുന്ന വിശ്വാസിയായിട്ട് മാറരുത്. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഉമിണ്ണുകളെയും വായിച്ചു. അടുത്തത്, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞു പറയില്ല. ജീവിതത്തിലെല്ലാം ഉണ്ട്, ശരി തന്നെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? സ്നേഹമുണ്ടോ? ഇതെല്ലാം ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, കർത്താവ് പുറത്താണ്. നമ്മുടെ ജീവിതത്തിന്റെ പുറത്താ, നമ്മുടെ കുടുംബത്തിന്റെ പുറത്താ. കർത്താവ് അകത്തുണ്ടെങ്കിൽ, അതാണ് സ്വതന്ത്രം ലബോദിക്ക സഭയ്ക്ക് അവസാനം കൊടുക്കുമ്പോൾ പറയുന്നത്, കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരും അകത്തു നിന്ന് മുട്ടത്തില്ല, മുട്ടുന്നത് പുറത്തു നിന്ന് മുട്ടുന്നത് കർത്താവ്. എന്തിനാ? ഇന്നും അകത്തു വരാൻ മനസ്സുള്ളവനാ കർത്താവ്. പക്ഷെ അകത്ത് മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ പുറത്തു പോയ കർത്താവ് ഇന്ന് പകൽ അകത്തു വരും. അകത്തു വരുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ട സമാധാനം മടക്കി കിട്ടും, നിനക്ക് നഷ്ടപ്പെട്ട സന്തോഷം മടക്കി കിട്ടും, നിനക്ക് നഷ്ടപ്പെട്ട സ്നേഹം മടക്കി കിട്ടും. ഇത് കുടുംബത്തിനകത്ത് നിന്ന് അന്യമായി പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദൈവ സാന്നിധ്യം കുടുംബത്തെ വിട്ടുമാറി. യോബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സുഖകാലത്ത് പറഞ്ഞ്, ഞാൻ അവന്റെ സഖ്യത അനുഭവിച്ചു, അതെന്റെ ശുഭകാലമായിരുന്നു. പക്ഷേ നഷ്ടകാലത്തിലും കഷ്ടകാലത്തിലും ആ സാന്നിധ്യം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല.
എൻ്റെ കൂടാരത്തിൽ നഷ്ടമായി, പക്ഷെ എനിക്ക് നഷ്ടമായിട്ടില്ല. നിന്റെ കൂടാരത്തിൽ നഷ്ടമായാലും നീ നഷ്ടമാക്കാതിരുന്നാൽ നിന്നിൽ കൂടെ നിന്റെ കൂടാരത്തിന് ഇത് തിരികെ തരാൻ എൻ്റെ ദൈവം വിശ്വസ്ത ദൈവമാ. അല്ല, ദൈവം കൂട്ടത്തെ അല്ല നോക്കുന്നേ, കുടുംബത്തിൽ ഒരാളെയാ നോക്കുന്നേ. അത് ഞാനായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ നീ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, ഞാൻ പറയട്ടെ, നീ മുഖാന്തരം കുടുംബത്തിന്റെ അകത്തേക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും കൈമാറുന്ന ഒരു ദൈവമുണ്ട്. ഇയ്യോബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്റെ ഭക്തി താൻ കൈവിട്ടില്ല. നഷ്ടപ്പെട്ട സകലതും തിരികെ പിടിച്ചു. നഷ്ടപ്പെട്ടത് മാത്രമല്ല, ഇരട്ടിയായി പിടിച്ചു. ഹല്ലേലൂയ. അന്ന് ചെയ്തെങ്കിൽ ഇന്നും തരാൻ സ്തോത്രം. വിശ്വസ്തനായ ഒരു ദൈവത്തെ ഞാൻ നിങ്ങളും ആരാധിക്കുന്നേ. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ട ഒരു പകലാണ്. ഒന്ന് മടങ്ങി വരുവാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ. സ്തോത്രം. ഇവിടെ ഈ എസ്തറിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, എസ്തറിന്റെ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും ദൈവമെന്നോ കർത്താവെന്നോ യഹോവയെന്നോ ഒരു പേരും നമുക്ക് കാണാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പേരില്ലെങ്കിലും ഉടനീളം ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് കാണാം. ഹല്ലേലൂയ. ഏത് പ്രവൃത്തിക്ക് പിന്നിലും ദൈവമുണ്ട്. ദൈവത്തെ മറിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, പാതാളത്തിൽ എൻ്റെ കടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്, അല്ലെ, സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്, ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും അവിടെയുമുണ്ട്. നിന്റെ കൈ എന്നെ എത്തിപ്പിടിക്കാത്ത ഒരു സ്ഥലവുമില്ല. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അത് ശിക്ഷിക്കുന്ന കരം മാത്രമല്ല, അത് രക്ഷിക്കുന്ന കരം കൂടെയാ, അത് സൂക്ഷിക്കുന്ന കരം കൂടെയാ, അത് ഉയർത്തുന്ന കരം കൂടെയാ, അത് ആശ്വസിപ്പിക്കുന്ന കരം കൂടെയാ, അത് ചോർത്തു പിടിക്കുന്ന കരം കൂടെയാ. ഇന്ന് പകൽ പറ, എനിക്ക് ആ സ്നേഹത്തിന്റെ കരം വേണം. ആ ചൂടൊന്ന് എനിക്ക് അനുഭവിച്ചറിയണം. ഇന്ന് പകൽക്കാലം കർത്താവിനോട് അടുക്കാൻ, ഒരു പടി കൂടെ അടുക്കാൻ മനസ്സ് വെച്ചാൽ, ഞാൻ പറയട്ടെ, നിനക്ക് നഷ്ടപ്പെട്ട ആശ്വാസം മടക്കി തരുവാൻ ആ സാന്നിധ്യത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഈ എസ്തറിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ അകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, കുടിയനായ അഹശ്വേരോശ് രാജാവിനെ കാണാം. 2-3 അധ്യായങ്ങൾക്കകത്ത് ചതിയനായ ഹാമാനെ കാണാം. കുടിയനും ചതിയനും കൂടെ ചേർന്നത്തെ കഥ പറയാനുണ്ടോ? സ്തോത്രം. അപ്പൊ കുടിയനും ചതിയനും കൂടെ, സ്തോത്രം, ചേർന്നാല് ആർക്കെതിരായിട്ടാ? എപ്പോഴും ദൈവജനത്തിനെതിരായിട്ടാ. കുത്താനുള്ള ഒരു സ്ഥാനം ആരുണ്ടെന്ന് ചോദിച്ചാൽ കുത്തുകൊള്ളാനായിട്ട് ദൈവജനം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ. നമ്മുടെ അപ്പനും അങ്ങനെയായിരുന്നു. 3.5 വർഷക്കാലം മുഴുവൻ അത് കൊണ്ടതാണ്. സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാർ പോലും അവനെ കൈക്കൊണ്ടില്ല. അവിടം തൊട്ട് തുടങ്ങിയതാ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം, സഹിക്കാനുള്ള കൃപ പിതാവ് കൊടുത്തെങ്കിൽ എനിക്കും നിങ്ങൾക്കും സഹിപ്പാനുള്ള കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ അകത്ത് ഒരു സഹനമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങളും ഒക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? സ്നേഹം പെരുകിയിട്ടൊന്നുമല്ല, പിന്നെയോ സ്നേഹത്തിൻ്റെ അകത്ത് ഒരു സഹനമുള്ളത് കൊണ്ടാണ്. സ്നേഹത്തിൻ്റെ അകത്ത് ഒരു സഹനം എന്ന് പറഞ്ഞാൽ, രണ്ടിലൊരാൾക്ക് സഹിക്കാനുള്ള കൃപ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തകരുന്നില്ല. തലമുറകളൊക്കെ അതുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പൊ സ്നേഹത്തിനകത്ത് എന്തുണ്ട്? ഒരു സഹനമുണ്ട്. അതാ നമ്മുടെ കർത്താവ് കാണിച്ച മാതൃക. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ 2-3 അധ്യായങ്ങൾക്കകത്ത് ചതിയൻ, സ്തോത്രം, ദൈവജനത്തിനെതിരായിട്ടാണ് സകല ചതികളും. മനസ്സിലാക്കണം, ഈ ലോകം ചതിക്കുന്ന ലോകമാ, ഈ ലോകം വഞ്ചിക്കുന്ന ലോകമാ. പക്ഷെ ഇന്നുവരെയും നമ്മുടെ കർത്താവ് ചതിച്ചിട്ടുണ്ടോ? ഇല്ല. വാക്കു പറഞ്ഞിട്ടോ മാറിയിട്ടുണ്ടോ? ഇല്ല. അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അവിശ്വസ്തരായിട്ടും വിശ്വസ്തനായി പാർക്കുന്ന ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലാക്കണം,
അപ്പൊ ആരോടാ പറ്റി നിൽക്കണ്ടേ? ലോകത്തോടാണോ പറ്റി നിൽക്കണ്ടേ? ദൈവത്തോടാണോ പറ്റി നിൽക്കണ്ടേ? ദൈവത്തോട് പറ്റി നിൽക്കുക. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കുമെന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. വിടുതൽ കിട്ടാതെ പോകത്തില്ല ദൈവവൈതലേ. ദൈവത്തോട് ഒരു പടി കൂടെ ചേരുവാൻ, ദൈവത്തോട് ഒരു പടി കൂടെ അടുക്കുവാൻ ഇന്ന് പകൽ മനസ്സ് വെച്ചാൽ ഞാൻ പറയട്ടെ, വിടുതൽ ഇല്ലാതെ കിടക്കുന്ന വിഷയങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ കരം നീളും നീളും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെയും എന്നെയും തമ്മിൽ അകറ്റുന്നത് നമ്മുടെ അകൃത്യങ്ങളാണ്. ഇവിടെ ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. ഹല്ലേലൂയ. ദൈവജനത്തിന് ദോഷം സംഭവിക്കുന്നത്, നാശം സംഭവിക്കുന്നത് കാണാൻ, സ്തോത്രം, ഹല്ലേലൂയ, സന്തോഷിക്കുന്ന ഒരു ലോകമാണ് അല്ലേ? നമ്മളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ, സ്തോത്രം, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും അല്ലെങ്കിലും ഏതൊക്കെ വിധത്തിലാണെങ്കിലും ദൈവജനത്തെ, ദൈവസഭയൊക്കെ കുറ്റം പറയുമ്പോൾ, സ്തോത്രം, ലോകം സന്തോഷിക്കുന്നു. പക്ഷെ അവരോട് ചേർന്ന് സന്തോഷിക്കുന്ന ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുമുണ്ട്. അവരൊക്കെയാണ് ഇത് ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷെ സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാമോ? മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാം, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാം, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. സ്തോത്രം. ദൈവമക്കളുടെ മനോഭാവമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഒരാളുടെ ജീവിതത്തിൽ തകർച്ചയോ വീഴ്ചയോ അനർത്ഥങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സന്തോഷിക്കാൻ നമുക്ക് വകുപ്പില്ല. പിന്നെ എന്ത് ചെയ്യണം? അവരെ എങ്ങനെ വിടുവിച്ചെടുക്കാം, എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ള ഒരാത്മഭാരം ദൈവമക്കളുടെ ഉള്ളിലുണ്ടാകണം. അല്ലാതെ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അവരെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ, അവരിങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ കേട്ട് സന്തോഷിക്കാനല്ല. പക്ഷെ അതിനകത്ത് നിന്ന് അവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരാമെന്നുള്ള ഒരാത്മഭാരം ദൈവമക്കളുടെ ഹൃദയത്തിലുണ്ടാകണം. അടുത്ത വാക്യം. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നു നീ പറഞ്ഞാൽ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയയില്ലയോ? അറിഞ്ഞിട്ടും കേട്ടിട്ടും അറിയാത്ത മട്ടിലും കേൾക്കാത്ത മട്ടിലും പോകരുത്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നാൽ പാപം തന്നെ എന്നാ തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, സ്തോത്രം, രാജകൊട്ടാരത്തിന്റെ മുന്നിൽ രട്ടുടുത്ത് അത്യുച്ചത്തിൽ കരയുന്ന മൊർദെഖായി അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ രാജകീയ നിയമമാണ്. കരഞ്ഞുകൊണ്ട് രാജാവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലാൻ പറ്റത്തില്ല. കരയുന്നവൻ്റെ മുമ്പിൽ കൊട്ടാരത്തിൻ്റെ വാതിൽ അടഞ്ഞിരിക്കും, തുറക്കത്തില്ല. പക്ഷേ രാജാവിൻ്റെ സന്നിധിയിൽ കരയുന്നവൻ്റെ മുമ്പിൽ വാതിൽ തുറക്കുന്ന ഒരു രാജാവ് എനിക്കുണ്ട്. ഹൃദയം നുറുങ്ങിയവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാജാവ് എനിക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുപോലെ വേദനപ്പെട്ട് അലറിക്കരഞ്ഞപ്പോൾ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യമില്ലായിരുന്നോ? ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ എന്റെ നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന രാജാവിന്റെ ഒരു വാതിലില്ലേ? കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് അനുഭവിച്ചിട്ടുള്ളവർ. ഹല്ലേലൂയ, സ്തോത്രം. അവ രാജാവിന്റെ സന്നദ്ധിയിൽ രട്ടുടുത്തി ചെല്ലാൻ പറ്റത്തില്ല. സ്തോത്രം. ഇവിടെ നോക്കുമ്പോൾ മൊർദെഖായിക്ക് എസ്തേറിനെ ഒന്ന് വിവരം അറിയിക്കാനും പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. ക്രൂഷ്യൽ ടൈമാ. അടുത്ത ദിവസം നടക്കും, തല പോകും. പ്രൈസ് ഗോഡ്. എങ്ങനെ അറിയിക്കും? നിനക്കൊരു പോക്കുവഴിയും ഇല്ലാതിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പോക്കുവഴി ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. സകല വഴികളും അടഞ്ഞാലും ഒരു ദൈവ പൈതൽ പിന്മാറത്തില്ല. കാരണം അതിനകത്തും എൻ്റെ ദൈവത്തിന് ഒരു വഴിയുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹഥാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പൊ ശ്രദ്ധിക്കുമായിരിക്കും ആ പേര്. എസ്തറിനെ അറിയാം, മൊർദെഖായി അറിയാം, ഹാമാനെ അറിയാം, അഹശ്വേരോശിനെ അറിയാം. പക്ഷെ ഈ പുള്ളിയെ അറിയോ? അൺനോൺ പേഴ്സൺ, ആർക്കും അറിയത്തില്ല. പക്ഷേ ഇതൊരു ബ്രിഡ്ജായിരുന്നു. മൊർദെഖായിയും എസ്തറും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്. ഹല്ലേലൂയ. ഈ സന്ദേശം കൈമാറുവാനും
ഹാമാൻ ഇറക്കിയ രേഖ എസ്തറിൻ്റെ അടുത്ത് എത്തിക്കുവാനും ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് ഈ മനുഷ്യൻ. അതാ ഞാൻ പറഞ്ഞത്, ഒരു വഴിയും ഞാൻ കാണുന്നില്ല എന്ന് മൊർദെഖായി പുറത്ത് കരയുമ്പോഴും വഴിയുള്ളത് ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വായിച്ചാൻ ചുമലിട്ട് വരെ. അപ്പോൾ എസ്തർ തന്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ഡന്മാരിൽ ഒരുത്തനായ ഹദാക്കിനെ വിളിച്ചു. അതിന് എന്തെന്നും അതിന്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹദാക്ക് രാജാവിന്റെ പടിവാതിലിന് മുൻപിൽ പട്ടണത്തിന്റെ വിശാല സ്ഥലത്ത് മൊർദെഖായിയുടെ അടുക്കൽ ചെന്നു. മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂഷനയിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവന്റെ കയ്യിൽ കൊടുത്ത് ഇത് എസ്തറിനെ കാണിച്ച് വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തന്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. മനസ്സിലായോ? ദൈവം ഉപയോഗിച്ചത് മനസ്സിലായോ? ഹദാക്കിനെ ഉപയോഗിച്ചത് സന്ദേശം കൈമാറി. ഇപ്പോ ആരുടെ കോർട്ടിലാണ് ബോൾ കിടക്കുന്നത്? എസ്തറിന്റെ കോർട്ടിലാണ്. എന്നിട്ടാണ് എസ്തറിനോട് പറഞ്ഞത്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. സ്തോത്രം. ദൈവമക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ തന്നോടൊപ്പം 5000-ലധികം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മക്കളും 25,000 പേർ 2-3 ദിവസമായി സ്തോത്രം വചനം കേട്ടവരങ്ങനെ ഇരിക്കുക. ഒരു വൈകിട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഇവരെ മടക്കി അയക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അവരെ മടക്കി അയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് സ്തോത്രം കർത്താവ് ശിഷ്യന്മാരെ സ്തോത്രം ഉത്സാഹിപ്പിച്ചു. എവിടെ നിന്ന് കിട്ടാനാ? ഇത് മരുഭൂമിയാ, നേരം വൈകി, ഇനി എവിടെ നിന്ന് കിട്ടാനാ? എല്ലാം കിട്ടാതിരിക്കുമ്പോഴും ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. നിസ്സാരമാക്കല്ല്. ആ ബാലന്റെ പേരെന്താ? ക്യുസ. നമ്മളല്ലോ ആയിരുന്നെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ചേനെ. എൻ്റെ പേര് പോലും പറഞ്ഞില്ല. സ്തോത്രം. ആ 5 അപ്പവും 2 മീനും അവൻ സൂക്ഷിച്ചു വെക്കുമ്പോൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ട്, എടാ ഇത് തുറക്കടാ, ഇതൊന്നും തുറക്കടാ, നമുക്ക് കഴിക്കാമെന്ന്. അവൻ ആർക്കും കൊടുത്തില്ല. അവൻ വെച്ചോണ്ടിരിക്കുക, അവന് കഴിക്കാനുള്ളതാണ്. എത്ര പേര് അവൻ മുറുക്കി പിടിച്ചിരിക്കുക. കാരണം ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? തട്ടിപ്പറിച്ചു. സ്തോത്രം. പക്ഷെ അന്ത്രയോസ് വന്ന് ചോദിച്ചപ്പോൾ അവൻ കൊടുത്തു. ഈ സമയത്ത് ഞാനിത് കൊടുക്കാതിരുന്നാൽ, ഈ സമയത്ത് ഞാനിത് കൊടുക്കാതിരുന്നാൽ, നോക്കിക്കേ, ആ ബാലനത് കൊടുത്തതുകൊണ്ട് 25,000 പേർ ഭക്ഷിച്ചിട്ട് 12 കൊട്ട ശേഷിപ്പ് ബാക്കിയെടുക്കുന്ന ഒരു അത്ഭുത ശുശ്രൂഷയ്ക്ക് പിന്നിൽ ഒരു കൊച്ചു ബാലന്റെ 5 അപ്പവും 2 മീനുമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊള്ളണം. ദൈവം നിന്നെ ഹേമിക്കുമ്പോൾ ഏത് കാര്യമാണെങ്കിലും നിസാരമെന്ന് പറഞ്ഞ് തള്ളരുത്. നിന്റെ നിസാരത്തിന്റെ മേൽ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാനുണ്ട്. ഇന്ന് പകൽ എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കും? കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സമയത്ത് ഞാൻ കൊടുക്കാതിരുന്നാൽ, നയമാന്റെ വീട്ടിന്റെ അകത്തേക്ക് യാദൃച്ഛികമായി ചെന്നതല്ല ഇസ്രായേൽ പെൺകുട്ടി, ഒരു ബാലിക. വിദ്യാഭ്യാസമില്ല, കഴിവില്ല, മിടുക്കില്ല, സൗന്ദര്യമില്ല, അവൾ അടിമയാ. പക്ഷേ സ്തോത്രം, ഈ സമയത്ത് ഞാൻ മിണ്ടാതിരുന്നാൽ നയമാന് സൗഖ്യം കിട്ടാതെ മരിച്ചു പോകും. പക്ഷെ ഈ സമയത്ത് ഞാൻ പറഞ്ഞാൽ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നറിയും, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നറിയും. അവൾ മിണ്ടാതിരുന്നില്ല. തൻ്റെ അവസ്ഥ നോക്കിയിട്ട് അവൾ മിണ്ടാതിരുന്നില്ല. എനിക്ക് ഗതികേട് വന്നല്ലോ, വീട്ടിലെ പണി, അടുക്കളപ്പണി ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്ന് ഭവിച്ചല്ലോ എന്ന് പറഞ്ഞവർ നിരാശപ്പെട്ട് നിരാശയുടെ അടിത്തട്ടിൽ കിടന്നില്ല. ഇവിടെ കൊണ്ടുവന്നതിനും ഈ തകർച്ചയ്ക്കകത്തും എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് അവൾക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ പറഞ്ഞു, ഈ സമയത്ത് ഞാൻ മിണ്ടാതിരുന്നാൽ നയമാൻ ഉദ്ധാരണം കിട്ടത്തില്ല. ഇസ്രായേലിലെ ദൈവം, എൻ്റെ ദൈവം, അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് ഇവൻ അറിയുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വലുതാണെന്നുള്ളത് ഇന്ന് പകലൊന്ന് തിരിച്ചറിയണം. ഞാൻ ഈ സമയത്ത് കൊടുക്കാതിരുന്നാൽ, ഞാൻ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, പ്രൈസ് ഗോഡ്, ദൈവം നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ തരും. പൗലോസിനെ മുച്ചൂട് നശിപ്പിക്കാനായിട്ട് സ്തോത്രം യഹൂദന്മാർ നോക്കിയപ്പോൾ
ഒരു രാത്രി പൗലോസിനെ ഒരു കൊട്ടയ്ക്കകത്താക്കി മതിൽ വഴി ഇറക്കി വിട്ടവരുടെ പേരെന്താ? ഹലോ, അന്ന് രാത്രി കൊണ്ട് തീരേണ്ടതാ. പക്ഷെ അവനെ കൊട്ടയ്ക്കകത്താക്കിയവരാണ് ബാക്കിയുള്ള ശുശ്രൂഷയിലേക്ക് പോകത്തക്കവണ്ണം ദൈവം തുറന്നു കൊടുത്തത്. നാം ചെയ്യുന്ന ചെറുതും വലുതുമാണെങ്കിലും കിട്ടുന്ന അവസരങ്ങളെ നീ പ്രയോജനപ്പെടുത്തിയാൽ അതിനെ അത്ഭുതങ്ങളാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്, അതിശയ പ്രവൃത്തികളാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഞാൻ ഈ സമയത്ത് പ്രവർത്തിക്കാതിരുന്നാൽ, ഞാൻ ഈ സമയത്ത് കൊടുക്കാതിരുന്നാൽ, ചിന്തിക്കുക. ഡു ഇറ്റ്. ഈ കാലത്തിലേക്കാണ് ദൈവം എന്നെ കൊണ്ടുവന്ന് ഈ പട്ടണത്തിലാക്കിയത്. ഒരു വീട് തന്നിവിടെ ആക്കിയത്, ഒരാലയം തന്നാക്കിയത്. വെറുതെ അല്ല ദൈവം കൊണ്ടുവന്നത്. ഉദ്ദേശമരുത. ഒരു നിമിഷമൊന്ന് കണ്ണുകളെ അടച്ച് മൂന്ന് കാര്യങ്ങൾ മൊർദെഖായി എസ്തറിനെ ഓർപ്പിച്ചു. നീ രാജകൊട്ടാരത്തിലിരുന്നാൽ നിന്റെ ജീവിതം സുരക്ഷിതമാണെന്ന് നീ ചിന്തിക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ യഹൂദജനം ആ ബാലവൃത്തം സ്ത്രീകളും കുട്ടികളും അടക്കം കൊന്നു നശിപ്പിക്കണം. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഹാമാൻ പറഞ്ഞാൽ മതി, ഈ എസ്തർ യഹൂദ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ മേദ്യ പേർഷ്യ നിയമത്തിന്റെ അകത്ത് അവൾ വരും, അവളുടെ തല പോവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോ അതിനൊരു ഉറപ്പുമില്ല. പ്രൈസ് ഗോഡ്. രണ്ടാമത്, മിണ്ടാതിരുന്നാൽ ജനത്തിന്റെ വിടുതൽ നടക്കാതിരിക്കാൻ നീ മിണ്ടാതിരുന്നത് കാരണമാകത്തില്ല. വേറൊരിടത്ത് നിന്ന് ജനത്തിന് ഉദ്ധാരണമുണ്ടാകും, പക്ഷെ നിനക്കതിനകത്ത് പങ്കുണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്. മൂന്നാമതായിട്ട് എസ്തേറിനെ ഓർപ്പിച്ചത്, നീ രാജസ്ഥാനത്ത് വന്നത് നോട്ട് ബൈ ആക്സിഡന്റ് ബട്ട് ബൈ അപ്പോയിൻമെന്റ്. മനസ്സിലാക്കണം, ആക്സിഡന്റ് ആയിട്ടല്ല നമ്മൾ ഇവിടെ വന്നത്, ഈ ആലയത്തിൽ വന്നത്, ഈ പട്ടണത്തിൽ വന്നത്. ഇസ് ബൈ ഗോഡ്സ് അപ്പോയിൻമെന്റ്. തിരിച്ചറിയാം. എൻ്റെ മുന്നിലുള്ള സമയങ്ങൾ, അവസരങ്ങൾ ഞാൻ നഷ്ടമാക്കത്തില്ല. ഈ സമയത്ത് ഞാൻ മിണ്ടാതിരുന്നാൽ, ഈ സമയത്ത് ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ, ഈ സമയത്ത് ഞാൻ കൊടുക്കാതിരുന്നാൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരികയാ. പകലുള്ളിടത്തോളം എൻ്റെ അപ്പൻ്റെ വേല ചെയ്യുവാൻ ഇന്ന് പകൽ എന്നെ സമർപ്പിക്കുന്നു. കണ്ണുകളടച്ചൊന്ന് സമർപ്പിച്ച് കർത്താവ് ആ കൃപ നമുക്ക് തരും. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം അവനാണ് പരിഹാരം. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. യെസ്, സമർപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. മൂലം പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ സംവത്സരത്തിൻ്റെ 5-ാമത്തെ മാസത്തിൻ്റെ ആരംഭ ദിവസം തന്നെ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് ഞങ്ങൾ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി. കർത്താവെ, ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനോട് കർത്താവെ, അങ്ങ് കർത്താവെ പറഞ്ഞ എല്ലാ കർത്താവെ ആഹ്വാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ ഉയർത്തിയത്, ഞങ്ങളെ മാനിച്ചത് കർത്താവെ, ഞങ്ങൾ രക്ഷിച്ച് ഞങ്ങൾ വീണ്ടെടുത്തത് കർത്താവെ, വ്രതമായി പോകാൻ ഇടയാകാതെ കർത്താവെ എല്ലായ്പ്പോഴും ഒരുക്കത്തോടെ ഇരിപ്പാൻ ഞങ്ങൾ സഹായിക്കുവാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാവേ നന്ദി കെട്ടവരായി ആവശ്യത്തിലെത്തിയില്ല കർത്താവെ. ഞങ്ങൾ കർത്താവേ സ്തോത്രം, എസ്തറിനെ പോലെ കർത്താവേ സ്തോത്രം, ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, യഹൂദ ജനത്തിന് വേണ്ടി ദൈവം വേറെ വഴി ഒരുക്കും കർത്താവെ. എന്നാൽ ഞങ്ങളെ കർത്താവെ മാനിച്ചതിൻ്റെ കർത്താവെ അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ
ഒഴിഞ്ഞിരിപ്പാൻ ഒരിക്കലും ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ കർത്താവേ? മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ കർത്താവ് അങ്ങേക്ക് സാധ്യമെന്ന് ഞങ്ങൾ ഇതുപോലെ കാലം അവിടുത്തെ ആത്മാവിനെയും ഓർപ്പിച്ചുണർത്തതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. പലപ്പോഴും എഴുതിത്തള്ളിയ സ്ഥാനത്ത് താവേ നടക്കത്തില്ല എന്ന് പലരും പറഞ്ഞപ്പോൾ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കി, ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്ന് സഹായിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു കർത്താവേ. അബ്രഹാമിനെ മാനിച്ച ദൈവ കർത്താവേ, ഓ ഹാലി കർത്താവ് സ്തോത്രം. ഹാലി എലിസബത്തിനെയും താവേ സ്തോത്രം. ഹാലിയ കർത്താവെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തെ മാനിച്ച ദൈവ കർത്താവേ, ഞങ്ങൾ നിശ്ചയമായിട്ട് മാനിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ. ഒരു ബാലൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനും അന്തർദേശത്ത് ചോദിച്ചപ്പോൾ അവൻ കൊടുത്തതുകൊണ്ടാണ് കർത്താവെ 25,000 പേര് പോഷിപ്പിക്കപ്പെട്ടത്. കർത്താവേ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾ ഉയർത്തിയതിൻ്റെ ആ ലക്ഷ്യം താല്പര്യമൊക്കെ ഒരിക്കലും മറക്കാതെ മൗനമായിരിക്കാതെ കർത്താവെ അങ്ങയുടെ പ്രവൃത്തി വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ ഓരോ സന്ദർഭങ്ങളിലും താവിച്ച് വഴികൾ അടഞ്ഞെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ വൽക്കാലം കേട്ടതുപോലെ ചില വഴി താവ് ചില പ്രാർത്ഥനയുടെ മറുപടികൾ പുറപ്പെടുന്നത് വായിക്കുന്നു കർത്താവേ. അതുകൊണ്ട് കർത്താവ് ലഭിക്കുന്ന മറുപടി തൃപ്തിപ്പെട്ടിരിക്കാനല്ല കർത്താവ് ഞങ്ങളെ കർത്താവ് വിശ്വത്തെ തന്നെ ഫലമേൽപ്പിച്ച ദൗത്യവുമായി മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കണമേ. ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിശ്വാസങ്ങൾ ക്ഷമിക്കണമേ, അവിശ്വസങ്ങൾ ക്ഷമിക്കണമേ, പോരായ്മകൾ ക്ഷമിക്കണമേ കർത്താവേ. എല്ലാം നന്ദികളും ക്ഷമിക്കണമേ കർത്താവേ. അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ വിലപ്പെട്ട ദാസനെ അതിനെ ശുശ്രൂഷിപ്പാൻ അധികാരപ്പെടുത്തിയ കൃപയ്ക്കായി തിരുനാമത്തിൽ സ്തോത്രം. ഇന്ന് കർത്താവേ പല ദേശങ്ങളിൽ നിന്നുകൊണ്ട് വചനം കേട്ട എല്ലാവരുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവ് സഹായിക്കണമേ. താവേ പ്രത്യാശ വർദ്ധിപ്പാൻ ഇടയാക്കണമേ. അപ്പോൾ തന്നെ ആഴമായ ഒരു സമർപ്പണത്തിലേക്ക് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം കർത്താവെ അങ്ങെടുക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ദിനംതോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കരുതലും കാവലും നാം ഓരോരുത്തരോടും ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. ഇപ്പോൾ കാലവും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.